ഹല്ലേലൂയ. തിരുവചന ധ്യാനത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവമക്കളെ, ഇന്ന് ധ്യാനം നയിക്കുന്നത് എത്രയും ബഹുമാനപ്പെട്ട ജോജി കുഞ്ഞുകുട്ടിക്കുടി അച്ഛനാണ്. ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ സ്വർഗം സംസാരിക്കുവാൻ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സ്വർഗീയ ആനന്ദം അനുഭവിക്കുവാൻ, ദൈവസ്നേഹത്തിൽ നിറയുവാൻ ദൈവം കരുണ ചൊരിയാനായി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 16:31. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കാത്ത, അനുഭവിക്കാത്ത മക്കൾ തിരുവചനം കേട്ട് യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി ഉള്ളിൻ്റെ ഉള്ളിൽ സ്വീകരിക്കുവാൻ, സത്യദൈവമായി അംഗീകരിക്കുവാൻ ദൈവമേ ഇന്നത്തെ വചനം കേൾവി മുഖാന്തരമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവസ്നേഹം, ആഴമേറിയ സ്നേഹം, കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർന്ന പാപികൾക്ക് വേണ്ടി അവസാനത്തുള്ള രക്തവും ഊറ്റിത്തന്ന ആ സ്നേഹം അനുഭവിക്കുവാൻ ദൈവമേ വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്നത്തെ തിരുവചന ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിരിക്കുന്ന കുടുംബമാണ്. ആ കുടുംബത്തിലെ മാതാപിതാക്കൾ വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരാണ്. പ്രത്യേകിച്ച് പിതാവ് ഓർമ്മ കുറവാണ്. നമുക്ക് ആ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഗ്രഹനാഥയെയും ദാനമായി നൽകിയ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം ആ കുടുംബത്തെ, അവരുടെ നല്ല ആവശ്യങ്ങളെ അളവില്ലാതെ അനുഗ്രഹിക്കുവാൻ, നല്ല ആവശ്യങ്ങളിൽ തൊട്ടനുഗ്രഹിക്കാൻ കരുണയായിരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചന ധ്യാനം സ്പോൺസർ ചെയ്തിട്ടുള്ള എല്ലാ മക്കൾക്കും വേണ്ടി ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആലയം ദാനമായി തന്ന ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകന് നിത്യശാന്തി കൊടുക്കണമേ, അപ്പ കരുണ തോന്നണമേ. ഹല്ലേലൂയ. ഈ ആലയത്തിലെ ബഹുമാനപ്പെട്ട ആചാര്യന്മാരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളവരെയും അതുപോലെ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന എല്ലാവരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. ശനിയാഴ്ച ധ്യാനം, തിരുവചന ധ്യാനം യൂട്യൂബിൽ, ഞായറാഴ്ചത്തെ എവൻഗേലിയൻ സന്ദേശം, തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ ബൈബിൾ ക്ലാസ്, ബൈബിൾ സ്റ്റഡി എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണപ്പോൾ. ഹല്ലേലൂയ. കൂടാതെ ജൂലൈ 10 ആരംഭിക്കുന്ന ആന്തരിക സൗഖ്യ ധ്യാനത്തിനായി ഞങ്ങൾ പ്രത്യേകം അങ്ങയുടെ പൊന്നു മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു. ആത്മാക്കൾ രക്ഷപ്പെടുന്ന വലിയ ശുശ്രൂഷയാക്കി മാറ്റണമേ. അനേകരെ 4 ദിക്കിൽ നിന്നും കൂട്ടിവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ജൂലൈ 10 നമുക്ക് ധ്യാനം ആരംഭിക്കുകയാണ്. ബുധനാഴ്ച വൈകുന്നേരം തുടങ്ങി ശനിയാഴ്ച വൈകുന്നേരം അവസാനിക്കുന്നു. ജോലി ചെയ്യുന്നവർക്കും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഒക്കെ വരാൻ സാധിക്കും. 2 ദിവസം ലീവ് എടുത്താൽ മതി. ശനിയാഴ്ച 2ാം ശനിയാണല്ലോ. അതുകൊണ്ട് ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും നിങ്ങൾ കടന്നു വന്ന് സംബന്ധിക്കുകയും ചെയ്യണമെന്ന് യേശുനാമത്തിൽ വളരെ സ്നേഹത്തോടെ വിനയത്തോടെ അറിയിക്കുന്നു. ദൈവനാമം മാത്രം വാഴ്ത്തപ്പെടട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ കീഴിലുള്ള കീഴം സെൻറ് തോമസ് ധ്യാന കേന്ദ്രത്തിൻ്റെ തിരുവചനാഗ്നി ധ്യാനത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം തിരഞ്ഞെടുക്കുകയാണ്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 5-ാം വാക്യം. എന്നാൽ അവൻ നമ്മുടെ
അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി, അവൻ്റെ അടിപ്പിണറാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ വചനത്തെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ധ്യാനിക്കാം. കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ, ഈ വചനത്തെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ വചനത്തിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ദൈവികമായ മർമ്മങ്ങളെ അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുമാറാകണമേ. ദൈവമേ, ആ വചന സത്യത്തെ പ്രതി ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി മാനസാന്തര അനുഭവത്തിൽ, ക്രിസ്താനുഭവത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ യോഗ്യരാക്കുമാറാകണമേ. അറിഞ്ഞും അറിവ് കൂടാതെയും ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെയും കുറ്റങ്ങളെയും എല്ലാം പുറത്ത് നാഥാ ഞങ്ങളോട് കരുണയായിരിക്കുമാറാകണമേ. നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കുമാറാകണമേ. ദൈവമേ, ഈ ആധുനിക കാലഘട്ടത്തിൽ സാക്ഷ്യമുള്ള ജീവിതമായി ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തുമാറാകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, മോർ തോമാസ് സ്ലീഹായെ, മോർ പത്രോസ് പൗലോസ് സ്ലീഹന്മാരെ, സകല പരിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ യാചിക്കുമാറാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലുള്ള ഒരു സ്കൂളിൽ ഒരു പരീക്ഷ നടക്കുകയാണ്. വലിയ പരീക്ഷാ ഹാളാണ്. അനേകം കുട്ടികൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു. എക്സാമിനറായിട്ട് ആ വലിയ ഹാളിൽ 2-3 അധ്യാപകരുണ്ട്. അങ്ങനെ നിശബ്ദമായി എല്ലാവരും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നതായ ഒരു സമയം. ഈ സമയത്ത് ശ്രദ്ധയോടുകൂടി എക്സാമിനർമാരായ അധ്യാപകർ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പ്രധാന അധ്യാപകൻ ഇൻസ്പെക്ഷന് വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്ന ആ എക്സാം ഹാളിൻ്റെ ഉള്ളിൽ നടന്നു പോകുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു തുണ്ടുകടലാസ് കിട്ടുകയാണ്. ഇത് കോപ്പിയാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അതെടുത്തു. അത് തുറന്നു നോക്കി. അത് പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാനുള്ള കോപ്പിയാണെന്നുള്ള കാര്യം മനസ്സിലായി. അതാരാണ് എഴുതിയത് എന്നുള്ളത് ഈ പ്രധാന അധ്യാപകൻ എല്ലാവരോടും ഉച്ചത്തിൽ ചോദിച്ചു. എന്നാൽ ആരും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല. കുട്ടികളെ എഴുന്നേൽപ്പിച്ച് നിർത്തി വീണ്ടും വീണ്ടും ചോദിച്ചിട്ടും ആരും അതിൻ്റെ ഉത്തരവാദിത്വം ഞാനാണ് എഴുതിയത് എന്നുള്ളത് ആരും ഏറ്റുപറഞ്ഞില്ല. അങ്ങനെ പ്രധാനാധ്യാപകൻ പല പ്രാവശ്യം നിർബന്ധിച്ചു. അങ്ങനെ അത് ആരും ഏറ്റെടുക്കാത്തത് കൊണ്ട് ആ എക്സാം ഹാളിൻ്റെ ഉത്തരവാദിത്വമുള്ള അധ്യാപകനെ വിളിച്ച് ചോദിച്ചു. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നല്ലോ അതാരാണ് എഴുതിയത് എന്നുള്ള കാര്യം. അതുകൊണ്ട് പ്രധാന അധ്യാപകൻ ഈ എക്സാമിനറായിട്ടുള്ള അധ്യാപകന് ശിക്ഷ കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചു. ശിക്ഷ ഇദ്ദേഹം തന്നെ വിധിക്കുകയാണ്. അസംബ്ലി കൂടുമ്പോൾ എല്ലാ കുട്ടികളും എല്ലാ അധ്യാപകരും കാണുകയും എക്സാമിനറായിട്ടുള്ള അധ്യാപകന് ചൂരൽ വടി കൊണ്ട് 3 പ്രാവശ്യം അടിക്കും. ഇതാണ് ശിക്ഷ. ആ ശിക്ഷ ഏറ്റെടുക്കുവാനായിട്ട് ഈ അധ്യാപകൻ തയ്യാറായി. അങ്ങനെ അസംബ്ലി വിളിച്ചു. എല്ലാ കുട്ടികളും നിശബ്ദമായിരിക്കുകയാണ്. അപ്പോൾ ആ പ്രധാന അധ്യാപകൻ വടി ഉയർത്തി ആദ്യത്തെ അടി എക്സാമിനറായിട്ടുള്ള അധ്യാപകന് ലഭിച്ചു.
എല്ലാവരും നിശബ്ദരായിരിക്കുന്നു. സൂചി നിലത്ത് വീണാൽ കേൾക്കാൻ പറ്റുന്ന അത്ര നിശബ്ദത. ആദ്യത്തെ അടിച്ചു കഴിഞ്ഞപ്പോൾ എവിടെ നിന്നോ ഒരു വിദ്യാർത്ഥി ഓടി വന്നിട്ട് ഈ പ്രധാന അധ്യാപകൻ്റെ കാൽക്കൽ വീണു. സാറേ, എന്നോട് ക്ഷമിക്കണം, ഞാനാണ് കോപ്പി അടിച്ചത്. ഇനി എൻ്റെ സാറിനെ, എൻ്റെ അധ്യാപകനെ സാർ തല്ലരുത് എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞ് വാവിട്ട് നിലവിളിക്കുകയാണ്. ഈ കുഞ്ഞ് പ്രധാനാധ്യാപകൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതിനുശേഷം ഈ അധ്യാപകനോടും ക്ഷമ ചോദിച്ചു. ഉടനെ തന്നെ അധ്യാപകൻ ആ കൊച്ചിനെ എഴുന്നേൽപ്പിച്ച് നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഇനി മേലിൽ കോപ്പി അടിക്കരുത് എന്ന് പറഞ്ഞ് അങ്ങനെ അസംബ്ലി പിരിച്ചുവിടുകയാണ്. പ്രിയമുള്ളവരെ, ഈ സംഭവത്തിൽ നാം കാണുന്നത് ഒരു കുഞ്ഞ് ചെയ്ത ആ തെറ്റിന് ആരാണ് ശിക്ഷ ഏൽക്കേണ്ടി വന്നത്? അധ്യാപകനാണ് അതിൻ്റെ ശിക്ഷ ഏറ്റെടുത്തത്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു നമ്മുടെ പിതാവായിട്ടുള്ള ആദാമും ഹവ്വായും ചെയ്ത തെറ്റിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 5-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഈ വചനം യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ വേദഭാഗം ഇന്നേ വരെ ഇതാരെക്കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് എന്ന് കണ്ടെത്തുവാനായിട്ട് യഹൂദ റബ്ബിമാർക്ക് ഇന്ന് വരെയും സാധിച്ചിട്ടില്ല. എന്നാൽ അവർക്കെല്ലാം അറിയാം അത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന്. പക്ഷേ അവരത് അംഗീകരിക്കുവാനായിട്ട് ഇന്നേ വരെ തയ്യാറായിട്ടില്ല. ഈ വേദഭാഗത്തിൻ്റെ മർമ്മങ്ങൾ നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മഹത്വം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദൈവത്വം, മാനവരാശിയോടുള്ള സ്നേഹം, ഇതൊക്കെയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. യേശുക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ യഹൂദന്മാർ ക്രൂശിൽ തറയ്ക്കുവാനായിട്ട് അത് യേശുവിനെ പിടിച്ചതാണോ അതെയോ യേശു സ്വയം പിടികൊടുത്തിട്ടുള്ളതാണോ? യേശുവിനെ യഹൂദന്മാർ പിടിച്ച് ക്രൂശിൽ തറച്ച് കൊന്നു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ യേശുവിനെ യഹൂദന്മാർ പിടിച്ചതാണോ അതെയോ യേശുക്രിസ്തു സ്വയം പിടികൊടുത്തിട്ടുള്ളതാണോ? വചനം വായിക്കുമ്പോൾ വചനത്തിൽ തന്നെ നമുക്കതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കും. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 6-ാം വാക്യം, ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു. ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 6-ാം വാക്യമാണ് ഇപ്പോൾ വായിച്ചത്. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. യേശുവും ശിഷ്യന്മാരും യഹൂദന്മാരുടെ അടുക്കിലേക്ക് വരുന്നു. യഹൂദന്മാർ പടയാളികളും മഹാപുരോഹിതന്മാരും എല്ലാമായിട്ട് യേശുവിനെ പിടിക്കുവാനായിട്ട് വരികയാണ്. അങ്ങനെ ആയുധങ്ങളും വാളും ചങ്ങലയും എല്ലാമായിട്ട് പടയാളികൾ യേശുവിനെ പിടിക്കുവാനായിട്ട് വരുമ്പോൾ
യേശു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ പറഞ്ഞു, നസ്രാനായ യേശുവിനെയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. അപ്പോൾ യേശു പറഞ്ഞു, അത് ഞാൻ തന്നെയാണ്. ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ ആ വാക്കിൻ്റെ പ്രഭാവം കൊണ്ട്, അതിലെ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം കൊണ്ട് അവർ വീണുപോവുകയാണ്. അതാണ് ഇവിടെ യോഹന്നാൻ ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു. അതായത് യേശുവിൻ്റെ ശബ്ദത്തിൻ്റെ ആ ഒരു ശക്തിയുടെ മുമ്പിൽ നിൽക്കുവാനുള്ള ശേഷി പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല. വീണ്ടും അവർ തപ്പിത്തടഞ്ഞ് പാടുപെട്ട് എഴുന്നേറ്റ് വരുമ്പോൾ യേശു വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? പിന്നെയും അവർ പറഞ്ഞു, നസ്രാനായ യേശുവിനെയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. അത് ഞാൻ തന്നെയാണെന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ എന്ന് യേശു പറയുകയാണ്. അങ്ങനെ യേശുവിനെ അവർ പിടിച്ചുകൊണ്ട് പോവുകയാണ്. യേശുവിൻ്റെ ജീവിതം ഉടനീളം നമ്മൾ പഠിക്കുമ്പോൾ യേശുവിൻ്റെ രക്ഷാകര ശുശ്രൂഷ, യേശുവിൻ്റെ കഷ്ടാനുഭവം അത് അവിചാരിതമായി സംഭവിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. പിന്നെയോ കൃത്യമായ കണക്കുകൂട്ടലുകളോടുകൂടെ, കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ, കൃത്യമായ സമയത്ത് ആ കൃത്യമായിട്ട് തന്നെയാണ് യേശുവിൻ്റെ ക്രൂശ് മരണമൊക്കെയും സംഭവിക്കുന്നത്. ഈ രക്ഷാകര ശുശ്രൂഷ, ഈ ക്രൂശ് മരണവും പുനരുത്ഥാനവും, ഈ ശുശ്രൂഷ ഇത് പ്ലാൻ ചെയ്തതും നടപ്പാക്കിയതും അത് മറ്റാരുമല്ല, അത് യേശു ക്രിസ്തു തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് യേശു ഈ ത്യാഗങ്ങളെല്ലാം അനുഭവിച്ചത്. നമുക്ക് വേദപുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 21-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 21-ാം വാക്യം. അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു. യേശുവിൻ്റെ പീഡാനുഭവത്തെ സംബന്ധിച്ചുള്ള 1-ാം പ്രവചനമാണ് ഇത്. യേശുവിനെ യെരുശലേമിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം യേശു മുൻകൂട്ടി കാണുകയാണ്. യേശു മുൻകൂട്ടി പറയുകയാണ്, പ്രവചിക്കുകയാണ് ചെയ്യുന്നത്. ഈ പീഡാനുഭവം 1-ാം പ്രവചനം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 31-ാം വാക്യത്തിലും, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 22-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ വായിച്ചതായ വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 21-ാം വാക്യം തന്നെയാണ് ഇവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് വേദപുസ്തകം നമ്മൾ പഠിച്ചു പോകുമ്പോൾ വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ വീണ്ടും യേശു പറയുകയാണ്, അവർ ഗലീലായിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാനിരിക്കുന്നു. അവർ അവനെ കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവരോ ഏറ്റവും ദുഃഖിച്ചു. ഇപ്പോൾ ആദ്യം വായിച്ചത് മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ നിന്നാണെങ്കിൽ ഇപ്പോൾ വായിച്ചത് 17-ാം അധ്യായത്തിൽ നിന്നാണ്. ആദ്യത്തേതിനേക്കാൾ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്താണ് യേശു ഇവിടെ സംസാരിക്കുന്നത്. ഇത് പീഡാനുഭവത്തിൻ്റെ 2-ാം പ്രവചനം എന്നറിയപ്പെടുന്നതായ വേദഭാഗമാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിലും, വിശുദ്ധ ലൂക്കോസ് 9-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിലും ഈ 2-ാം പ്രവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് നമ്മൾ
വേദപുസ്തകം വായിച്ചു പോകുമ്പോൾ വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 20-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ വീണ്ടും തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് യേശു പ്രവചിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ മത്തായി 20-18-19 വാക്യങ്ങൾ. നാം യെരൂശലേമിലേക്ക് പോകുന്നു, അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവന് മരണശിക്ഷ കൽപ്പിച്ചു പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും അവനെ ജാതികൾക്ക് ഏൽപ്പിക്കും. എന്നാൽ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിലും വിശുദ്ധ ലൂക്കോസ് 18-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിലും ഈ പ്രവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പീഡാനുഭവത്തിൻ്റെ 3-ാം പ്രവചനം എന്നറിയപ്പെടുന്നതായിട്ടുള്ള വാക്യങ്ങളാണ്. അപ്പോൾ യെരൂശലേമിൽ എന്താണ് യേശുവിന് സംഭവിക്കാനിരിക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി നമ്മുടെ കർത്താവിന് അറിയാമായിരുന്നു. ഏത് തരത്തിലുള്ളതായ പീഡനങ്ങളാണ് ഞാൻ ഏൽക്കുവാനായിട്ട് പോകുന്നത്, എനിക്കെന്ത് സംഭവിക്കും, ഈ കാര്യങ്ങളെല്ലാം യേശുവിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. എന്നിട്ടും യേശു അവിടെ നിന്ന് ഓടിപ്പോകുവാനോ ആ പീഡാനുഭവത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനോ തയ്യാറാകുന്നില്ല. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ ഈ രക്ഷാകര ശുശ്രൂഷ നിർവഹിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതും യേശുവിന് ഉത്തരവാദിത്വത്തോടുകൂടി അറിയാമായിരുന്നു. പ്രിയമുള്ളവരെ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവ് ഈ വലിയ സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളത്? നിശ്ചയമായും അത് നമ്മളെല്ലാവരുടെയും വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ നമുക്കെന്ത് സംഭവിക്കും, നമ്മൾ വലിയൊരു അപകടം നാളെ ഉണ്ടാകാനായിട്ട് പോവുകയാണെന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? നാളെ ഇവിടെ ഒരു യുദ്ധം ഉണ്ടാകാൻ പോവുകയാണ്, ഇവിടെ ബോംബിട്ട് ഈ കേരളമൊക്കെ നശിപ്പിക്കുവാനായിട്ട് പോവുകയാണ്, അതല്ലെങ്കിൽ നമ്മളെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകും, നമ്മളെ കൊല്ലുവാനായിട്ട് പോകും. ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് നമ്മൾ ഇന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? നിശ്ചയമായും അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മൾ നോക്കുക. പക്ഷേ ഇവിടെ യേശു തമ്പുരാൻ തനിക്ക് ഇത്രയും വലിയ പീഡനങ്ങൾ ഏൽക്കുവാനായിട്ട് പോകുന്നു എന്നറിഞ്ഞിട്ടും യേശു തമ്പുരാൻ അതിൽ നിന്ന് പിന്മാറുന്നില്ല. യേശു തമ്പുരാൻ അതെല്ലാം സ്വയം ഏറ്റെടുക്കുകയാണ്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്രയും വലിയ സഹനങ്ങൾ നമുക്ക് വേണ്ടി സ്വീകരിച്ച നമ്മുടെ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം, അവനെ നമുക്ക് ആരാധിക്കാം. വിശുദ്ധ കുർബാനയിലൂടെയാണ് ഈ കഷ്ടാനുഭവം നമുക്ക് ഇന്നും അനുഭവവേദ്യമാകുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ കുർബാനയുടെ പ്രധാന ഭാഗമായ അന്നഫോറ ആരംഭിക്കുന്നതായ സമയത്ത് വിശ്വാസപ്രമാണം കഴിഞ്ഞ് ദർഗായിലേക്ക് കയറി നിന്നുകൊണ്ട് പുരോഹിതൻ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ആദ്യത്തെ ദർഗായിലേക്ക് കയറി നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന ആദ്യം സമാധാനത്തിൻ്റെ പ്രാർത്ഥനയാണ്. പിന്നെ എല്ലാവരും കൈക്ക് സ്തുതി കൊടുക്കുന്നു. അതിനുശേഷമുള്ളതായ പ്രാർത്ഥനകൾ നിങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലുള്ള സ്വർഗീയ മഹോന്നതങ്ങളിലേക്ക് പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രനാം തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുക എന്ന് പുരോഹിതൻ പറയുമ്പോൾ നമ്മളെല്ലാവരും പ്രതിവാക്യം ചൊല്ലും. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മശിഹ തമ്പുരാൻ ഇരിക്കുന്ന മേൽപ്പെട്ട മഹോന്നതങ്ങളിലേക്ക് ഉയർത്തിയിരിക്കുന്നു എന്ന് നമ്മൾ പ്രതിവാക്യം ചൊല്ലുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? വിശുദ്ധ കുർബാന എന്താണ്? വിശുദ്ധ കുർബാന
2000 കൊല്ലം മുമ്പ് യേശു സഹിച്ച ആ വലിയ കഷ്ടാനുഭവത്തെ ഒരിക്കൽ കൂടി ആചരിക്കുന്നതല്ല വിശുദ്ധ കുർബാന. പിന്നെയോ ഇന്ന് സ്വർഗത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ നാം കാണുന്നത്. ഇന്ന് സ്വർഗത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് പുത്രനാം തമ്പുരാൻ താൻ അനുഭവിച്ചതായ കഷ്ടപ്പാടുകൾ, കഷ്ടാനുഭവം, അതിൻ്റെ രക്തം പിതാവിൻ്റെ മുമ്പിൽ കാണിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥത യാചിക്കുകയാണ്. അതാണ് വിശുദ്ധ കുർബാനയിൽ നാം കാണുന്നത്. അപ്പോൾ പുത്രനാം തമ്പുരാൻ ഇരിക്കുന്ന മേൽപ്പെട്ട മഹോന്നതങ്ങളിലേക്ക് നമ്മുടെ വിചാരങ്ങളും ഹൃദയങ്ങളും എല്ലാം ഉയർത്തണമെന്ന് പുരോഹിതൻ ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ മനസ്സും ചിന്തകളും എല്ലാം എവിടെയായിരിക്കണം? അത് മേൽപ്പെട്ട മഹോന്നതങ്ങളിൽ, സ്വർഗത്തിൽ ആയിരിക്കണം. അപ്പോൾ ആ സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ വിശുദ്ധ കുർബാനയിലൂടെ, നഗ്നനേത്രങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ ഈ കഷ്ടാനുഭവം നമുക്ക് അത് അനുഭവവേദ്യമാകും. ആ വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ കർത്താവ് നമ്മളിലും നാം കർത്താവിലും ആയിത്തീരുകയാണ്. ഈ രക്ഷാകര ശുശ്രൂഷയിൽ എല്ലാ കാര്യങ്ങളും യേശു തന്നെ ചിട്ടപ്പെടുത്തി പ്ലാൻ ചെയ്താണ് നടപ്പിലാക്കിയത്. എന്നാൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കണം. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചിട്ടപ്പെടുത്തി നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ അതിൻ്റെ സമയക്രമീകരണവും യേശു തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. നിശ്ചയമായും അതിൻ്റെ സമയവും യേശു തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ എൻ്റെ സമയം, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് യേശുദമ്പുരാൻ പറയുകയാണ്. അപ്പോൾ യേശുദമ്പുരാൻ ഒരു പ്രീ ഡിറ്റർമൈൻഡായിട്ടുള്ള ഒരു സമയമുണ്ടായിരുന്നു, സമയക്രമീകരണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയക്രമീകരണമായിട്ടില്ല എന്നുള്ളതാണ് യേശുദമ്പുരാൻ ഇവിടെ പറയുന്നത്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യത്തിൽ എല്ലാം പൂർത്തിയായി എന്ന് യേശുദമ്പുരാൻ പറയുന്നുണ്ട്. അപ്പോൾ അവിടെയും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി എന്നുള്ളതാണ് യേശുദമ്പുരാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ രക്ഷാകര ശുശ്രൂഷയുടെ എല്ലാ കാര്യങ്ങളും സമയക്രമവും എല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതായിരുന്നു. അത് നിശ്ചയിച്ചത് യേശുദമ്പുരാൻ തന്നെയാണ്. അത് നമുക്ക് വേണ്ടിയാണ് യേശുദമ്പുരാൻ ഇതെല്ലാം സഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലായി കഴിയുമ്പോൾ എന്തെന്നില്ലാത്ത സ്നേഹം നമുക്ക് യേശുവിനോട് തോന്നും. അത് മനസ്സിലാക്കി യേശുവിനെ എല്ലാറ്റിനേക്കാളും ഉപരിയായി സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പാട്ടുകാരൻ വളരെ മനോഹരമായി പാടുന്നുണ്ട്. പൂർണ്ണ ഹൃദയമോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ യേശുവേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഈ ലോകമോഹങ്ങളേക്കാൾ, ഈ ലോക സ്വപ്നങ്ങളേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. യേശുവേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക്
അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്നേഹിക്കുന്നതായ പല കാര്യങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്ക് സ്നേഹമാണ്, നമ്മുടെ മാതാപിതാക്കളോട് സ്നേഹമാണ്, നമ്മുടെ സ്വത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ വീട്, നമ്മുടെ പരിസരം, സഹോദരങ്ങൾ, ഇതിനെല്ലാം നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നമ്മുടെ കർത്താവിനെ നാം സ്നേഹിക്കണം. കാരണം നിത്യജീവൻ നമുക്ക് ലഭിക്കുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. ആ യേശുക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനും നാഥനുമായി നാം സ്വീകരിക്കുമ്പോൾ യേശുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ രക്തസ്രാവകാരിയായിട്ടുള്ള സ്ത്രീയുടെ അത്ഭുത സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൗഖ്യത്തിൻ്റെ ആ സംഭവം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ രക്തസ്രാവക്കാരിയായിട്ടുള്ള സ്ത്രീക്ക് യേശുവിൽ നിന്ന് സൗഖ്യം കിട്ടുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെ രക്തസ്രാവക്കാരി സ്ത്രീ ഒറ്റയ്ക്കായിരുന്നില്ല, ഒരു വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു. ആ ആൾക്കൂട്ടം തിക്കി തിരക്കി കടന്നു പോവുകയാണ്. അപ്പോൾ വലിയ പെരുന്നാളിൻ്റെ പോലുള്ളതായ ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഈ രക്തസ്രാവക്കാരി സ്ത്രീ പുറകിലൂടെ ചെന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊടുമ്പോൾ യേശു അവിടെ നിൽക്കുകയാണ്. യേശുവിൽ നിന്ന് അവൾക്ക് സൗഖ്യം ലഭിക്കുന്നു. യേശു തിരിഞ്ഞ് ചോദിക്കുന്നുണ്ട്, എന്നെ സ്പർശിച്ചത് ആര്? എന്നാൽ അവിടെ ഈ ജനക്കൂട്ടം തിക്കി തിരക്കുമ്പോൾ അനേകർ യേശുവിനെ സ്പർശിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊന്നും കിട്ടാത്തതായ സൗഖ്യം ഈ രക്തസ്രാവക്കാരിയായിട്ടുള്ള സ്ത്രീക്ക് ലഭിക്കുകയാണ്. എന്തുകൊണ്ട്? അവൾ വിശ്വസിച്ചു അവൾക്ക് സൗഖ്യം ലഭിക്കും എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഈ ആധുനിക ലോകത്തിൽ ഈ മറ്റു രക്തസ്രാവക്കാരി സ്ത്രീയോട് കൂടെ ഉണ്ടായിരുന്ന ആൾക്കൂട്ടം യേശുവിനെ സ്പർശിച്ചിട്ട് ഒന്നും സംഭവിക്കാതെ കടന്നു പോകുന്നത് പോലെ, പ്രിയമുള്ളവരെ, ഈ വലിയ ക്രൈസ്തവ സമൂഹം യേശുവിനെ സ്പർശിച്ചിട്ടും ഒന്നും സംഭവിക്കാതെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടമാണ്. ആയതുകൊണ്ട് യേശു തമ്പുരാൻ നമുക്ക് ചെയ്തു തന്നതായിട്ടുള്ള ആ വലിയ കഷ്ടാനുഭവത്തിലൂടെ യേശു കടന്നു പോയിട്ട് നമുക്ക് യേശു തന്നതായിട്ടുള്ള രക്ഷ, ആ രക്ഷയുടെ മഹത്വത്തെ മനസ്സിലാക്കി യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചുകൊണ്ട്, യേശുവിനെ ദൈവമായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ യേശുവിനെ ആരാധിക്കുമ്പോൾ നിശ്ചയമായും യേശുവിൻ്റെ അത്ഭുത ശക്തി നമ്മളുടെ ജീവിതത്തിലും അനുഭവപ്പെടും. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച്, അതിൻ്റെ ആഴങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നാഥ നീ ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായി നന്ദി പറയുന്നു. ദൈവമായ കർത്താവേ, ഈ പീഡാനുഭവം ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച ഈ കഷ്ടാനുഭവം കർത്താവ് ഇതിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കി യേശുവേ നിന്നെ എല്ലാറ്റിനേക്കാൾ ഉപരിയായിട്ട് സ്നേഹിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകണമേ. ദൈവമേ, നിത്യതയിൽ നിന്നെ സ്തുതിപ്പാനും ആരാധിക്കുവാനും തക്കവണ്ണം നിത്യജീവനെ അവിടുന്ന് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുമാറാകണമേ. യേശുവെ, നീ സഹിച്ചതായ കഷ്ടത, അതിൻ്റെ മർമ്മങ്ങളെ, അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം, ജീവിതാപ്രകാരം ക്രമീകരിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, സകല പരിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്കായി മധ്യസ്ഥ യാചിക്കുമാറാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
ഏകജാതൻ്റെ കൃപയും പരിപൂർണമാക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും നമ്മളോർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ സമർപ്പിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നും എല്ലാ നാളും വർദ്ധിക്കുമാറാകട്ടെ. ആമീൻ.